നമസ്കാരം. നമ്മൾ വരിക വരിക സഖി എന്ന പദത്തിൻ്റെ ആദ്യത്തെ ആ ഒരു വരി, വരിക വരിക സഖി വരഗുണൻ അവനെ കണ്ടു, അതുവരെ നമ്മൾ ചെയ്യും. അതിനോട് തുടർന്നുള്ള വരിയാണ് പ്രിയമോടൻ സന്ദേശം നീ വഴി പോലെ അറിയിച്ചു. പ്രിയമോടെ വളരെ സ്നേഹത്തോടു കൂടിയ തന്നെ എൻ്റെ സന്ദേശത്തെ അദ്ദേഹത്തെ നീ വേണ്ട വിധത്തിൽ അറിയിച്ചു. ഇതിന് വലിയ കാര്യമായിട്ടൊന്നും ഇത് ചെയ്യാനില്ല, കൂടുതൽ കാണിക്കാനുള്ള സ്റ്റെപ്പിനാണ്. അപ്പോൾ ഇവിടെ ആദ്യം പ്രിയമോ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ബാക്കിലേക്ക് പോണതാണ്, കൈ ആട്ടിക്കൊണ്ട് ഒരു 4 സ്റ്റെപ്പ് ബാക്കിലേക്ക് 4 സ്റ്റെപ്പ് സൈഡിലേക്ക്. അത് തന്നെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. പിന്നെ കാണിക്കുന്നത് പ്രിയമോടൻ എന്നാണ്. പ്രിയം എന്ന് പറഞ്ഞാൽ സ്നേഹം, സ്നേഹത്തോടു കൂടി തന്നെ അദ്ദേഹത്തിന് അങ്ങനെ അതാണ് പറഞ്ഞത്. അപ്പം 2 കൈയിലും ഹംസാസ്യം പിടിച്ചിട്ട് ഒരു കൈ ഇങ്ങനെ തിരിച്ച് പ്രിയമോട് എന്ന് കാണുക, സ്നേഹം എന്നുള്ള മുദ്ര എന്ന് ഭാവം വരണം. പ്രിയമോടൻ സന്ദേശം എന്നുള്ളതിന് ഇങ്ങനെ ഇടത്തെ കയ്യിൽ കർത്തരി മുഖം പിടിച്ചിട്ട് വലത്തെ കൈ കൊണ്ട് സന്ദേശം എന്ന് കാണിക്കാം. അത് 2 വിധത്തിലും കാണിക്കേണ്ടത്. ആദ്യത്തിൽ വെറുതെ ഇത് മാത്രമേ കാണിക്കുള്ളൂ, രണ്ടാമത് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ വഴി പോലെ എന്നുള്ളതിന് വേണ്ട വിധത്തിൽ ഉചിതമായ വിധത്തിൽ എന്നിങ്ങനെയാണ് കാണിക്കുന്നത്. ആദ്യം വഴിപോലെ, രണ്ടാമത്തിൽ വഴി പോലെ അതും വഴി പോലെ മുകുരം പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. പ്രിയമോ അതെ പ്രിയമോ സന്ദേശം നീ വഴി പോലെ അറിയിച്ചൊന്നും വലത്തെ വശത്താണ് ആളാണെങ്കിൽ ഇവിടുന്ന് ഹംസപക്ഷത്തു നിന്ന് മുദ്രാക്ഷരത്തിലേക്ക് പിടിക്കണം. അപ്പോൾ നമ്മുടെ മുഖം കൂടി ഒന്ന് ഇങ്ങനെ ചിരിക്കണം. അറിയിച്ചു, അത് ഒന്നാമത്തെ. രണ്ടാമത്തെ സ്റ്റെപ്പോട് കൂടിയാണ് ഇങ്ങനെ എസ് ആയിട്ടാണ് വരുന്നത്. പ്രിയമോടൻ സന്ദേശം നീ വഴി പോലെ അറിയിച്ചു. ഇത്രയും കാണിക്കാനുള്ളൂ മുദ്രയ്ക്ക്. ഇനി അത് നമ്മൾ സ്റ്റെപ്പോട് കൂടി തന്നെ കാണിക്കും കൂടി ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഞാൻ ചെയ്യുന്നത് അത് പ്രിയമോടൻ സന്ദേശം നീ വഴി പോലെ അറിയിച്ചോ എന്ന ആ വരികൾക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ നിർത്തിയത് തെയ് ധിത്തി തെയ് തെയ് ധിത്തി തെയ് തെയ് ധിത്തി തെയ് പ്രിയമോടൻ സന്ദേശം നീ വഴി പോലെ ഇത്രയാണ് വരുന്നത്. അതിൽ ബാക്കിലോട്ട് ഇറങ്ങുന്നത് ഇങ്ങനെ ഒന്ന് താന്ന് പതുക്കെ നമ്മൾ ഇങ്ങനെ ഒന്ന് താന്ന് പൊങ്ങി റൈറ്റ് കാല് ബാക്കിലേക്ക് വെക്കുക, ലെഫ്റ്റ് കാലിൻ്റെ പുറകിൽ വെച്ചിട്ട് 1 2. അപ്പോൾ ഓപ്പോസിറ്റ് നോക്കുക. ഇത് മിക്കവാറും എല്ലാവർക്കും ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് പറയുന്ന ഒരു പുറകിലേക്ക് പോകുമ്പോൾ കിട്ടാത്ത ഒരു സ്റ്റെപ്പാണിത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പതുക്കെ ഒന്ന് താന്നിട്ട് നമ്മുടെ ബോഡി ഒരു കോർണറിലേക്കും നോട്ടം ഓപ്പോസിറ്റുമാണ് പോകുന്നത്. അതുകൊണ്ടാണ് അത് ചെറിയ സംശയം വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ 1 ഇങ്ങനെ നോക്കി. ഇനി അടുത്ത കാല് ബാക്കിലോട്ട് വെക്കുമ്പോൾ 2. അപ്പോൾ കൈ ഫ്രണ്ടിലോട്ട് പോകും. അപ്പോൾ 1 2 3 4. ഇനി നമ്മൾ ഇനി നേരെ ഇത്രയും തന്നെ ബാക്കിലോട്ട് ഇറങ്ങിയിട്ട് ഇനി ഒന്ന് ചെരിഞ്ഞ് സൈഡിലോട്ട് തിരിയുക, ലെഫ്റ്റ് സൈഡിലോട്ട് ബാക്കിലോട്ട് ഇറങ്ങുക ചെയ്യുക. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. സന്ദേശം നീ വഴി പോലെ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ 2 സ്റ്റെപ്പ് കൂടുതലാണ് വെക്കുന്നത്. 1 2 പിന്നത്തേന് 1 2 അങ്ങനെ എടുത്തത്. അപ്പോൾ 2 സ്റ്റെപ്പ് കൂടുതലാക്കി എടുത്തു. അപ്പോൾ ഇങ്ങനെ ബാക്കിലോട്ട് നമ്മൾ ഇറങ്ങിയതിന് ശേഷം ഇപ്പം നമ്മൾ വന്ന് നിൽക്കുന്നത് ഇങ്ങനെ ബാക്ക് സൈഡിലാണ് ലെഫ്റ്റ് സൈഡിലാണ് വന്നത്. അപ്പോൾ പ്രിയമോടൻ സന്ദേശം മുദ്ര ടീച്ചർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അത് നോക്കിയാൽ മതി. ഇനി നമ്മൾ എടുക്കുമ്പോൾ സ്ലൈറ്റ് ആയിട്ടൊന്ന് ചെറിയൊരു ബെൻഡ് ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഓഡിയൻസിൻ്റെ നേരെ നോക്കി
ഉരുക ഇളക്കി പ്രിയമോടൻ നമ്മൾ ഈ ഫ്രണ്ടിലേക്ക് കുറച്ച് മൂവ് ചെയ്ത് വന്നാൽ ഇനി പതുക്കെ ഒന്നിങ്ങ് തിരിയുക സന്ദേശത്തിന്. അത് ജസ്റ്റ് ഇങ്ങനെ കോർണറിലേക്കാണ് പോണേ. ഇത് നേരെ സൈഡിലോട്ട് വന്നിട്ട് ഇനി ഇവിടുന്ന് പോകുമ്പോൾ നേരെ ആ കോർണറിലേക്കാണ് പോകുന്നത്. ലെഫ്റ്റ് കോർണർ സഖി നിൽക്കുന്ന നമ്മൾ സങ്കല്പിക്കുന്ന ആ സൈഡിലോട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്നത് എങ്ങനെയാ? പ്രിയമോടൻ സന്ദേശം നീ വരെ സഖിയുടെ അടുത്ത് വന്നു. ഇനി ഇവിടുന്ന് റൈറ്റ് ഫ്രണ്ട് കോർണറിലേക്കാണ് പോകുന്നത്. വഴി പോലെ വഴി പോലെ. ഇനി അറിയിച്ചോ എന്നുള്ളതിന് നമ്മുടെ ലെഫ്റ്റ് കൈ കൊണ്ട് അപ്പോൾ കാല് ലെഫ്റ്റ് കാല് റൈറ്റ് കാലിൻ്റെ ബാക്കിൽ വെച്ചിട്ട് അവിടെ താന്നു നിന്നു. മറ്റേ കാല് ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് അറിയിച്ചോ എന്നുള്ളതിന് പതുക്കെ താന്നു നിൽക്കും. എന്നിട്ട് ആ സഖിയുടെ മുഖത്തോട്ട് നോക്കി ചോദിക്കുക. അപ്പോൾ ഒന്നുകൂടെ എടുത്തു നോക്കാം. പ്രിയമോടൻ സന്ദേശം നീ വഴി പോലെ അറിയിച്ചോ. അത് ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് വളയുമ്പോൾ വളയുക നല്ലപോലെ ഈച്ചോ എന്ന് പറയുമ്പോൾ പതുക്കെ താന്ന് നിന്നിട്ട് ഈച്ചോ. ഇനി ഇവിടുന്ന് തന്നെ ഈ അരമണ്ഡലത്തിൽ തന്നെ നിന്നിട്ടാണ് ഇതിൻ്റെ സെക്കൻഡ് സ്റ്റാൻസ്. ഇതേ സ്റ്റാൻസ് തന്നെ രണ്ടാമത് റിപ്പീറ്റ് വരുന്നത് എടുക്കുന്നത്. അപ്പം അപ്പോഴും ഇതേപോലെ തന്നെ ഇതേ മുദ്ര തന്നെ എടുത്തിട്ട് അപ്പോൾ ഒന്ന് നമ്മളിപ്പോൾ ഇങ്ങനെ നിന്നു, ഇങ്ങനെയല്ലേ നിന്നേ. ഇനി ഒന്ന് അഗെയിൻ ലെഫ്റ്റിലോട്ട് വളയുക. എന്നിട്ട് താതേ ചെയ്ത സ്റ്റെപ്പ് 1 2 3 4 സ്റ്റെപ്പ് എടുത്ത് ബാക്കിലോട്ട് പ്രിയമോടൻ ചുറ്റിയെടുക്കുക. നാഗബന്ധം പോലെ ചുറ്റിയെടുത്ത് ഇങ്ങനെ എടുത്ത് ഇനി അത് കഴിഞ്ഞ് ബാക്കിലേക്ക് തന്നെ നിന്നിട്ട് ഇനി സൈഡിലോട്ട് എടുക്കുക. അപ്പോൾ ഒന്ന് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. പ്രിയമോടൻ സന്ദേശം നീ. ഇനി നമ്മൾ 1 2 1 2 സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അത് നമ്മൾ വഴി പോലെ എന്നുള്ള സ്റ്റെപ്പില്ലേ, അതെടുക്കാനായിട്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുക. സഖിയുടെ സൈഡിലോട്ട് പോയിട്ട് തിരിച്ചു വരും. അപ്പം വഴി പോലെ ഇനി തിരിച്ച് അതേപോലെ തന്നെ ഇങ്ങോട്ടും അറിയിച്ചോ അറിയാം. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. ആദ്യത്തെ തൊട്ടിട്ട് പ്രിയമോടൻ സന്ദേശം നീ വഴി പോലെ അറിയിച്ചോ. ഇനി ബാക്കിലേക്ക് പ്രിയമോടൻ സന്ദേശം നീ. ഇനി ഞാൻ പറഞ്ഞ പോലെ സൈഡിലോട്ട് വഴി പോലെ അതേ കൈ തന്നെ അറിയിച്ചോ എന്നുള്ളതിന് അവിടെ താന്നു നിൽക്കുക. ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ആ പോകുന്ന വശങ്ങൾ, നോട്ടം, ഇത് അഭിനയം, ഇതിനെല്ലാമാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ടീച്ചർ ഒന്ന് പാടിയിട്ട് ഞാനൊന്ന് ചെയ്യാം. സന്ദേശം നീ വഴി പോലെ അറിയിച്ചോ. പ്രിയമോടൻ സന്ദേശം നീ വഴി പോലെ അറിയിച്ചോ. പ്രിയമോടൻ സന്ദേശം നീ വഴി പോലെ അറിയിച്ചോ. ഇപ്പോൾ വഴി പോലെ അറിയിച്ചോ എന്ന് പറയായില്ലേ. അത് കഴിഞ്ഞിട്ടൊരു ചെറിയ ജതിയാണ്. സ്വതവേ ഒരു പദത്തിൽ അങ്ങനെ ജതി ഇടാറില്ല. എന്നാൽ അത്യാവശ്യം ചില പദങ്ങളിലുണ്ടായിരുന്നു. ഇപ്പോൾ ഭരതനാട്യത്തിൽ വളരെ പ്രശസ്തമായൊരു വസന്ത രാഗത്തിലെ അടതാളത്തിലാണ് നടനമാടിനാർ എന്നുള്ള പദം. അതിൽ
തീ താം തീം തക്കത്ത ചം തക്കിട്ട തിമ്മി എന്നൊരു ജതിയുണ്ട്. അതെങ്ങനെ വെച്ചാൽ രാഗത്ത് തന്നെ അങ്ങോട്ട് പാടുക, അങ്ങനെയാണ് ചെയ്യാറ് എന്ന് പറഞ്ഞ മാതിരി ഇതിലിപ്പോൾ പ്രിയനോടൻ സന്ദേശം നീ വഴി പോലെ അറിയിച്ചോ എന്ന് കാണിച്ചതിന് ശേഷം തീം തക്കിട തിന്നം തരികിട തിന്നം തക്ക തിമ്മി തക്ക ജണു തരികിട ധിമ്മി തക്ക. അപ്പോൾ കേട്ടപ്പോൾ മനസ്സിലായില്ലേ? ഒരു ജതി ഒരു താളവട്ടം അത് ഈ അന്തഭൈരവി രാഗത്തിൽ തന്നെ പാടിക്കൊണ്ട് അത് കുറച്ച് വിസ്തരിച്ച് ചെയ്യേണ്ടതുകൊണ്ട് അത് ഞങ്ങൾ അടുത്ത എപ്പിസോഡിലേക്ക് ചെയ്യാം. അപ്പോൾ അതുവരെ നമസ്കാരം.